ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലെ RSS ശാഖാ പ്രവർത്തനത്തിന് നിരോധനം വന്നേക്കും. നിയമവിരുദ്ധമായി ക്ഷേത്രത്തിനുള്ളിൽ ആയുധ പരിശീലനം നടത്തിയാൽ പോലീസിന് കേസ് എടുക്കാൻ അധികാരമുണ്ടെന്ന് സർക്കാരിന് നിയമോപദേശം ലഭിച്ചു. നിയമ സെക്രട്ടറി BG ഹരീന്ദ്രനാഥാണ് സർക്കാരിന് നിയമോപദേശം നൽകിയത്. ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ശാഖകളെ നിരോധിക്കാൻ സർക്കാരിന് ബലം നൽകുന്നതാണ് ഈ നിയമോപദേശം. ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലെ ആയുധ പരിശീലനവും RSS ശാഖകളും നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന അത്തരം ശാഖകൾക്കെതിരെ കേസെടുക്കാവുന്നതാണെന്നും സർക്കാരിന് ലഭിച്ച നിയമോപദേശത്തിൽ പറയുന്നു. നിയമവിരുദ്ധമായി ആയുധ പരിശീലനം നടത്തിയാൽ 2011 കേരള പോലീസ് ആക്ടിലെ ചട്ടം 73 അനുസരിച്ച് പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്നതാണെന്ന് നിയമ സെക്രട്ടറി BG ഹരീന്ദ്രനാഥ് നൽകിയ നിയമോപദേശത്തിൽ പറയുന്നു. ദേവസ്വം വകുപ്പിനു വേണ്ടി സെക്രട്ടറി KR ജ്യോതിലാലാണ് ക്ഷേത്രങ്ങളിലെ RSS ശാഖകളെ നിരോധിക്കാൻ സർക്കാരിന് അധികാരമുണ്ടോ എന്ന വിഷയത്തിൽ നിയമോപദേശം തേടിയത്. കേരളത്തിലെ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വരുന്ന RSS ശാഖകളുടെ പ്രവർത്തനം നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയതോടെ ഇവയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സർക്കാരിന് ബലം നൽകുന്നതാണ് പുതിയ നിയമോപദേശം. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അമ്പലത്തിനുള്ളിൽ നടക്കുന്ന RSS ശാഖകൾക്കെതിരെ കടുത്ത വിമർശനവുമായി നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സർക്കാരിന് അനുകൂല നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾക്ക് കീഴിൽ ആയുധ പരിശീലനം നടക്കുന്നില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന വിവാദമായിരുന്നു. ക്ഷേത്രങ്ങൾക്കുള്ളിൽ നടക്കുന്ന ആയുധ പരിശീലനത്തിനെതിരെ വിശ്വാസികൾക്കിടയിൽ നിന്ന് പോലും എതിർപ്പ് ഉയരുന്ന പശ്ചാത്തലത്തിൽ ലഭിച്ചിരിക്കുന്ന നിയമോപദേശത്തിന് വലിയ രാഷ്ട്രീയ മാനങ്ങളാണുള്ളത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. ദേവസ്വം നിയമനങ്ങൾ PSCക്ക് വിടാൻ ബില്ല് കൊണ്ടുവരാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ബില്ല് നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോയുടെ കൺസൾട്ടൻസി കരാർ DMRCക്ക് നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. നിയമസഭാ സമ്മേളനം ഈ മാസം 26 മുതൽ വിളിച്ചു ചേർക്കാനും മന്ത്രിസഭ ശുപാർശ ചെയ്തു. 14ാം നിയമസഭയുടെ 2ാം സമ്മേളനം ഈ മാസം 26 മുതൽ വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ദേവസ്വം നിയമനങ്ങൾ പൂർണ്ണമായും PSCക്ക് വിടുന്നതിനുള്ള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഭേദഗതി ബില്ലായി നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ഇതോടെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഫലത്തിലില്ലാതാകും. റിക്രൂട്ട്മെന്റ് ബോർഡിനെ കുറിച്ച് ആക്ഷേപമുയർന്ന സാഹചര്യത്തിൽ നിയമനങ്ങൾ PSCക്ക് വിടാൻ നേരത്തെ തീരുമാനമെടുത്തിരുന്നു. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികളുടെ പ്രാഥമിക ജോലികൾക്കായുള്ള കൺസൾട്ടന്റായി DMRCയെ നിയോഗിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്ക് ശേഷം മുഴുവൻ പ്രൊജക്ടുകളുടെയും കൺസൾട്ടന്റായി DMRCയെ നിയമിക്കും. പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുക്കുന്നത് വേഗത്തിലാക്കാൻ റവന്യൂ സബ് ഡിവിഷണൽ ഓഫീസറെ ചുമതലപ്പെടുത്തും. ഫ്ലൈ ഓവറുകളുടെ നിർമ്മാണത്തിനും ഭൂമി ഏറ്റെടുക്കലുമായി 272.84 കോടി രൂപയുടെ ഭരണാനുമതി നൽകും. KSFE ജീവനക്കാർക്ക് 2012 ഓഗസ്റ്റ് മുതൽ മുൻകാല പ്രാബല്യത്തോടെ ശമ്പള പരിഷ്കരണം അനുവദിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജമ്മുകശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി വിഘടനവാദികൾ ഉൾപ്പെടെ എല്ലാവരുമായും ഉപാധിരഹിത ചർച്ച വേണമെന്ന സർവകക്ഷി സംഘം. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുമായി കശ്മീർ ജനത സഹകരിക്കണമെന്നും സർവകക്ഷി സംഘം അഭ്യർത്ഥിച്ചു. ജമ്മുകശ്മീർ ജനതയുടെ വിശ്വാസം വീണ്ടെടുക്കാനുള്ള അടിയന്തര നടപടികൾ വേണമെന്നാണ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സർവകക്ഷി യോഗത്തിൽ ആവശ്യപ്പെട്ടത്. ജമ്മു കാശ്മീരിലെ 2 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം തിരിച്ചെത്തിയ 30 അംഗ സർവകക്ഷി സംഘം ദില്ലിയിൽ യോഗം ചേർന്നാണ് ചർച്ചകൾ തുടരണമെന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാരിന് മുന്നിൽ വച്ചത്. വിഘടനവാദികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളുമായി ഉപാധിരഹിത ചർച്ചകളാണ് പ്രശ്നപരിഹാരത്തിനുള്ള മാർഗമെന്ന് സർവകക്ഷി സംഘം ഐക്യകണ്ഠേന നിലപാടെടുത്തു. ഇതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുൻകൈയെടുക്കണം. ചർച്ചകൾക്ക് അനുകൂല സാഹചര്യമൊരുക്കാൻ ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ ഉതകുന്ന അടിയന്തര നടപടികൾ വേണമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി യോഗത്തിൽ ആവശ്യപ്പെട്ടു. So mere phrase mongering is not sufficient. Vishwas and Vikas. Vishwas has to come through engagement. It doesn't fall from, it's not a manna from heaven. That Vishwas has to be created through engagement. That is why we said this initiating of a political dialogue is important. സമാധാന ശ്രമങ്ങളുമായി കാശ്മീരിലെ ജനങ്ങൾ സഹകരിക്കണമെന്ന് സർവകക്ഷി സംഘം പ്രമേയത്തിലൂടെ അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുക, പരിക്കേറ്റവർക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങി സർവകക്ഷി സംഘത്തിന്റെ നിർദ്ദേശങ്ങളോട് അനുകൂലമായാണ് സർക്കാർ പ്രതികരിച്ചതെന്ന് സംഘത്തിലുള്ള NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. സർവകക്ഷി സംഘത്തിന്റെ ജമ്മു കാശ്മീർ സന്ദർശനം പരാജയമായിരുന്നുവെന്ന് ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് വർക്കിംഗ് പ്രസിഡന്റുമായ ഒമർ അബ്ദുള്ള പ്രതികരിച്ചു. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി.
ലോകത്ത് എല്ലാ കുട്ടികൾക്കും സ്കൂൾ വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന ലക്ഷ്യം ഇനിയും അകലെയാണെന്ന് UN. അരനൂറ്റാണ്ടെങ്കിലും കഴിയാതെ ഇത് സാധ്യമാകാനിടയില്ല എന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നിഗമനം. ലോകത്തിലെ 40% വിദ്യാർത്ഥികളുടെയും അധ്യയന മാധ്യമം മാതൃഭാഷയല്ലെന്നും UN റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. 2030 ആകുമ്പോഴേക്കും ലോകത്തിൽ എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസവും സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസവും ഉറപ്പാക്കാനുള്ള ആഗോള പദ്ധതി കഴിഞ്ഞ വർഷം ലോക നേതാക്കൾ അംഗീകരിച്ചതാണ്. എന്നാൽ ആവശ്യത്തിന് പണം ലഭിക്കാത്തത് പദ്ധതിയെ പിന്നോട്ടടിച്ചതായി UN റിപ്പോർട്ടിൽ പറയുന്നു. സമ്പന്നരും ദരിദ്രരും തമ്മിലും വിവിധ രാജ്യങ്ങൾ തമ്മിലും വിദ്യാഭ്യാസ കാര്യത്തിലുള്ള അന്തരം നടുക്കുന്നതാണ്. ഇപ്പോഴത്തെ നിലയ്ക്ക് പോയാൽ സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം നേടാൻ 2042 വരെ കാത്തിരിക്കണം. സാർവത്രിക ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് 2059 വരെയും ഹയർ സെക്കൻഡറിക്ക് 2084 വരെയും കാത്തിരിക്കണമെന്ന് UN പറയുന്നു. സാർവത്രിക വിദ്യാഭ്യാസത്തിന് മുഖ്യ തടസ്സം വിവിധ രാജ്യങ്ങളിലെ സംഘർഷാവസ്ഥയാണ്. ഇതുമൂലം 3.6 കോടി കുട്ടികൾക്കാണ് സ്കൂളിൽ പോകാനാവാത്തത്. ആഗോളതലത്തിൽ നിലവിൽ 26.3 കോടി കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല. ദരിദ്ര രാജ്യങ്ങളിലെ 30% കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് പോലും അവസരമില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, പീപ്പിൾ TV. രാജ്യത്തിന്റെ അത്യന്താധുനിക കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമായ ഇൻസാറ്റ് 3DR നാളെ സതീഷ് ധവാൻ സ്പേസ് കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിക്കും. വൈകിട്ട് 4:10 രണ്ടാമത്തെ വിക്ഷേപണ തറയിൽ നിന്ന് GSLV F5 റോക്കറ്റിന്റെ സഹായത്തോടെയാണ് വിക്ഷേപണം. അത്യാധുനിക കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹവുമായ ഇൻസാറ്റ് 3DR വിക്ഷേപണം കാലാവസ്ഥ, സമുദ്ര അന്തരീക്ഷ പഠനത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടാക്കാൻ സഹായിക്കും. വിവരങ്ങൾ ശേഖരിക്കുന്നതിലെ കൃത്യതയാണ് ഇൻസാറ്റ് 3DR മറ്റ് കാലാവസ്ഥാ ഉപഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. വിക്ഷേപണത്തിനുള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു. 2211 കിലോഗ്രാമാണ് ഉപഗ്രഹത്തിന്റെ ഭാരം. ഭാരം കൂടുതലുള്ളതുകൊണ്ടാണ് PSLV ഒഴിവാക്കി GSLV റോക്കറ്റ് വിക്ഷേപണത്തിന് ഉപയോഗിക്കുന്നത്. 2 മുതൽ 2.5 ടൺ വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലെത്തിക്കാൻ റോക്കറ്റിന് ശേഷിയുണ്ട്. 3 ഘട്ടങ്ങളായി നടക്കുന്ന വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിൽ ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിക്കും. ആദ്യം താൽക്കാലിക ഭ്രമണപഥത്തിലെത്തുന്ന ഉപഗ്രഹം അവിടെ നിന്ന് സ്വന്തം ജ്വലന സങ്കേതത്തിന്റെ സഹായത്തോടെ 74 ഡിഗ്രി പൂർവ്വരേഖാംശത്തിലുള്ള ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തും. കാലാവസ്ഥാ നിരീക്ഷണത്തിന് പുറമെ അന്തരീക്ഷത്തിന്റെ താപനില, സാന്ദ്രത, മേഘങ്ങൾ, ഓസോൺ പാളിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവ നിരീക്ഷിക്കാൻ ഉപഗ്രഹം സഹായിക്കും. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. ജെയിംസ് ബോണ്ടായി തുടരാൻ ഡാനിയൽ ക്രെയ്ഗിന് 1000 കോടി രൂപയുടെ ഓഫറുമായി വാർണർ ബ്രദേഴ്സ്. പുതിയ ബോണ്ടിനായി ഫുട്ബോൾ ഇതിഹാസം ഡേവിഡ് ബെക്കാമിനെ വരെ സമീപിച്ച സാഹചര്യത്തിലാണ് ക്രെയ്ഗിന് വൻ ഓഫറുമായി നിർമ്മാണ കമ്പനി എത്തിയത്. ഷാറൂഖ് ഖാന്റെ അപൂർവ ഹ്രസ്വ ചിത്രം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നു. 1991 ഷാറൂഖ് ഖാൻ അഭിനയിച്ച മഹാൻ കസ് എന്ന ഷോർട്ട് ഫിലിമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ കാഴ്ച. തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രന്റെ ഔദ്യോഗിക വസതിയിൽ അപ്രതീക്ഷിതമായി ഇന്ന് ഒരു വിരുന്നുകാരനെത്തിയത് ഏവരിലും കൗതുകമുണർത്തി. വിരുന്നുകാരന് മന്ത്രിയുടെ വസതിയിൽ ഗംഭീര സ്വീകരണമാണ് ലഭിച്ചത്. അപ്രതീക്ഷിതമായാണ് വഴുതക്കാട്ടുള്ള മന്ത്രിയുടെ ഔദ്യോഗിക വസതി റോസ് ഹൗസിൽ വിരുന്നുകാരനെത്തിയത്. അത് മറ്റാരുമായിരുന്നില്ല, ഒരു വെള്ളിമൂങ്ങയായിരുന്നു. റോസ് ഹൗസിൽ എത്തിയ മൂങ്ങയ്ക്ക് മന്ത്രി റോസിമോൾ എന്ന പേരും നൽകി. റോസ് ഹൗസിൽ വന്നതായതുകൊണ്ട് റോസി എന്ന് പേരിട്ടല്ല. മൂങ്ങയെ കിട്ടിയ വിവരം വനം വകുപ്പിലും മൃഗശാലയിലും അറിയിച്ചു മന്ത്രിയുടെ ജീവനക്കാർ. തുടർന്ന് മന്ത്രി മൂങ്ങയെ മൃഗശാല ഡയറക്ടർ K. ഗംഗാധരനും DFO മോഹനൻ പിള്ളയ്ക്കും കൈമാറി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വൃക്കമാറ്റ ശസ്ത്രക്രിയയ്ക്ക് നിർധന രോഗികൾക്ക് ധനസഹായം വാഗ്ദാനം ചെയ്ത നടൻ മമ്മൂട്ടിയുടെ ജന്മദിന ആഘോഷം. തൃശൂർ ചിറ്റിലപ്പള്ളിയിൽ ദ ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ നടന്ന ആഘോഷത്തിനിടെയാണ് മമ്മൂട്ടി ശിവഗിരി മഠാധിപതി പ്രകാശാനന്ദയ്ക്ക് ഇക്കാര്യത്തിൽ ഉറപ്പു നൽകിയത്. മമ്മൂട്ടിയുടെ ജീവകാരുണ്യ സംഘടനയായ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അടുത്ത മാസം പദ്ധതിക്ക് തുടക്കമാകും. നവാഗത സംവിധായകൻ ഹനീഫ് അഡൈൻ സംവിധാനം നിർവഹിക്കുന്ന ദ ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രത്തിന്റെ സെറ്റിലാണ് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ ജന്മദിനാഘോഷം നടന്നത്. ചിത്രീകരണത്തിനിടെ ഫാൻസ് അസോസിയേഷനും ചലച്ചിത്ര പ്രവർത്തകരും സംയുക്തമായി ഒരുക്കിയ ആഘോഷത്തിൽ ആശംസയർപ്പിച്ച ശിവഗിരി മഠാധിപതി സ്വാമി പ്രകാശാനന്ദയും എത്തി. കേക്ക് മുറിച്ചും മധുരം നൽകിയും മമ്മൂട്ടി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു.
ആശംസയർപ്പിച്ച സ്വാമി പ്രകാശാനന്ദ വൃക്കമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കേണ്ടി വരുന്ന നിർധന രോഗികളുടെ സാമ്പത്തിക പ്രതിസന്ധികൾ ശ്രദ്ധയിൽപ്പെടുത്തി. കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇവർക്ക് ധനസഹായം നൽകുമെന്ന് മമ്മൂട്ടി അറിയിച്ചു. അവർക്ക് ആ ശസ്ത്രക്രിയ സൗജന്യമായി നൽകാനുള്ള ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അത് അനൗൺസ് ചെയ്തതായിട്ടുണ്ട്. 1-2 ആശുപത്രികളുമായിട്ട് കൂടെ സംസാരിച്ചു കഴിഞ്ഞാൽ അതിന് തീരുമാനമാകും. തീർച്ചയായും സ്വാമിയുടെ അഭ്യർത്ഥന ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. 100-ലധികം ആളുകൾക്കെങ്കിലും പദ്ധതിയുടെ പ്രയോജനം എത്തിക്കാനാണ് ശ്രമം. അടുത്ത മാസം മുതൽ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ അദ്ദേഹം കെയർ ആൻഡ് ഷെയർ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യന് നിർദ്ദേശം നൽകി. രാവിലെ ദ ഗ്രേറ്റ് ഫാദർ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കൊപ്പവും മമ്മൂട്ടി ആഘോഷങ്ങളിൽ പങ്കുചേർന്നിരുന്നു. ചിത്രീകരണം നടക്കുന്ന ചിറ്റിലപ്പള്ളിയിലെ സ്വകാര്യ സ്കൂളിലും മമ്മൂട്ടിക്കായി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.